അനുമോളുടെ ഗ്രോത്തിൽ കുരു പൊട്ടി ഒലിച്ച് എല്ലാവരും അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ബിൻസിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബിൻസി ചെന്നപ്പോ തൊട്ടേ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഒരു എന്താ പറയാ വിറളി പിടിച്ചണക്കോ അങ്ങനെ ഇങ്ങോട്ടൊരു വേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലേക്ക് നടക്കുകയാണ്. അപ്പൊ അപ്പാനി ആദ്യം ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അപ്പാനി എടുത്ത് മെല്ലെ മെല്ലെ കൂട്ടുകൂടിയിട്ടാണ് അപ്പാനിയോട് പോയി സംസാരിച്ച് ഈ പറയുന്ന അനുവിന്റെ കാര്യത്തിന് ഒരു തീർപ്പാക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ബാക്കി സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രിയാണ്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഇന്നലത്തെ കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാവിലെ ഈ ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വന്നത്. സോ സീരിയൽ ഗ്രാമർ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ റെനയൊക്കെ വന്നു. അവരുടെ അടുത്ത അനുമോൾക്ക് അങ്ങോട്ട് കുറച്ച് സ്പേസ് കിട്ടി സംസാരിക്കാൻ. റെനയെടുത്ത് ഇങ്ങനെ ശൈത്യമായിട്ടൊരു വഴക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസ്താനി വന്നപ്പോഴത്തേക്കും മസ്താനിയുടെ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടുകൂടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അനുമോൾ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അനുമോൾ എല്ലാവരുടെ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ മസ്താനി എടുത്ത് മിണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ മസ്താനിയെ കിട്ടി. ഇന്നലെ മസ്താനി എടുത്ത് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അപ്പാനി വന്ന് നേരിട്ട് അനുമോളോട് ഈ ഒരു ബിൻസിയുടെ കാര്യം സംസാരിക്കുന്നത്. പക്ഷെ ഇവർ ഈ പറയുന്നതിൽ അനുമോളുടെ കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബിൻസിയും അപ്പാനിയും അവിടെ അടുത്തടുത്തിരുന്ന് സംസാരിച്ച സമയത്ത് പുറത്ത് അപ്പാനിയുടെയും ബിൻസിയുടെയും റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആകും എന്ന രീതിയിൽ അനുമോള് സംസാരിച്ചിരുന്നു. ഇവരെന്ത് ഈ കാണിക്കുന്നത്, ഇത് പുറത്തൊക്കെ ഇത് മോശമായിട്ടേ പോകത്തുള്ളൂ എന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചതാണ് അനുമോള് ചെയ്ത ഒരു തെറ്റായിട്ട് ബിൻസിയും അപ്പാനിയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അക്ബറൊക്കെ വന്നിട്ട് അടുത്ത് നിന്നിട്ട് മറ്റേ കൈ പിടിച്ച കാര്യം പറയുമ്പോഴൊക്കെ അക്ബർ വന്നിട്ട് കൈ പിടിച്ച ഇവിടെ ആർക്ക് എന്ത് തോന്നാനാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തോന്നും, ഉറപ്പായിട്ടും തോന്നുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. തോന്നും. ആര് പറഞ്ഞു തോന്നില്ലെന്ന്? എനിക്ക് തോന്നത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഈ പറയുന്ന ഈ മീഡിയ ഫീൽഡിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം സരിക തന്നെ പറയുന്നുണ്ട്, സരിക അങ്ങനെ ആരെയും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഹഗ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ആ ഒരു സന്തോഷത്തിൽ ത്രില്ലിൽ വരുമ്പോൾ നമ്മൾ ഹഗ് ചെയ്ത് പോകും എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവർക്കും നോർമലി ഉള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലുള്ള ഒരു സംഭവം മാത്രമാണ് ഈ ഹഗ്ഗൊക്കെ. കൈപിടിച്ചിരിക്കുന്നതൊന്നും ഒരർത്ഥവും ഇല്ല അതിനകത്ത്. അതിൽ നമ്മളായിട്ടൊരു അർത്ഥം കണ്ടെത്തുകയാണെങ്കിലേ ഉള്ളൂ. പക്ഷെ കാണുന്നവർക്ക് അവരർത്ഥം കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകണം എന്നില്ല. ഇനി രണ്ടാമത്തെ അനുമോളുടെ തെറ്റായിട്ട് ബിൻസി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ബിൻസി എവിക്റ്റ് ആയതിനു ശേഷം അപ്പാനെ അടുത്ത് ഒരു വഴക്ക് നടന്ന സമയത്ത് നിങ്ങൾ കാരണം ഒരു പെങ്കൊച്ചിറങ്ങി പോകേണ്ടി വന്നു എന്ന് പറഞ്ഞത്. അതും ഒരു നെഗറ്റീവായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനകത്ത് അനുമോള് പറഞ്ഞതിൽ എനിക്ക് നെഗറ്റീവ് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആഴ്ച ബിൻസി എവിക്റ്റ് ആയ സമയത്ത് സത്യത്തില് ബിൻസിയുടെ ഭാഗത്ത് ഈ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എല്ലാവരും സോഷ്യൽ മീഡിയയിൽ, അതായത് ബിഗ് ബോസ് ഹൗസിനകത്തോ അല്ലെങ്കിൽ മറ്റെവിടെയോ അല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ഇൻസ്റ്റഗ്രാമിലൊക്കെ ബിൻസിയോട് തന്നെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് അപ്പാനിയുമായിട്ട് എന്തുവായിരുന്നു, അല്ലെങ്കിൽ അപ്പാനി എടുത്ത് കൂട്ടുകൂടിയിട്ടാണോ ഇങ്ങനെ ആയത്. ഇത്തരത്തിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ പുറത്ത് കേട്ടിട്ടല്ലേ ബിൻസി ഈ പറയുന്ന എപ്പിസോഡിൽ നടന്ന ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ അനുമോൾ ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് സിറ്റുവേഷനിൽ പറഞ്ഞത് വെച്ചിട്ടാണോ ബിൻസിക്ക് ചീത്തപ്പേര് പുറത്തുണ്ടായത്? അല്ലല്ലോ. പിന്നെ ഈ പറയുന്ന ബിൻസി ഇപ്പൊ അനുമോള് ഭയങ്കര ഗോസിപ്പൊക്കെയാണ്. അതിപ്പോഴും അവിടെ ഇപ്പൊ ആരും ഗോസിപ്പ് പറയാൻ വേണ്ടി അടുത്ത് വരാത്തത് കൊണ്ട് അനുമോള് പറയുന്നില്ല. ഒരു വളരെ നോർമലായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന എല്ലാ ഗേൾസും ഒറ്റ ടീമായിട്ട് അവരെല്ലാവരെ കുറിച്ചും ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഗോസിപ്പ് പറയാനുള്ള ഏക വ്യക്തിയായിരുന്നു ജിസേല്. ജിസേലിനെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും ഗോസിപ്പ് തുടക്കം തൊട്ടേ പറഞ്ഞത്. അതായത് ശൈത്യ, അനുമോള്, ആദില, നൂറ, പിന്നെ ഈ പറയുന്ന ബിൻസി, ഇവരെത്രയും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നെവിൻ ജിസേലിന്റെ പിന്നാലെ പോകുന്നത്. ഈ പറഞ്ഞ ബിൻസി വരെ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ എന്തുവാ ഈ ജിസേലിന്റെ പിറകിൽ മണപ്പിച്ച് നടക്കുന്നത്, അതിനു വേണ്ടി എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേല് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബിൻസി ഊഞ്ഞാലാടുന്നതൊക്കെ നമ്മൾ അന്നേ കണ്ടതാ. പക്ഷേ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അനുമോൾ അങ്ങനെ ഒരു ഗോസിപ്പ് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് അനുമോള് മാത്രം പറഞ്ഞതാണ് അന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വെള്ള ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് പോകുന്നതും ഇതെല്ലാം അനുമോള് പറയുന്നത് സഹിതം കേട്ടോണ്ടിരിക്കുന്നവരും ചിരിച്ച് എന്റർടൈൻ ചെയ്ത കാര്യം. ഇന്ന് നീ ഒരു കള്ളി നുണച്ചി എന്ന് ആദില എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ആദിലയുടെ ഭാഗത്തും അന്ന് തെറ്റുണ്ടായിരുന്നു. ഇവരാരും ഈ പറയുന്ന ഗോസിപ്പ് ടീം ഒന്നും തന്നെ നല്ലതായിരുന്നില്ല.
അന്ന് ഈ പറയുന്ന നിനക്ക് ജിസേലിന്റെ പിന്നാലെ അത്രയെണ്ണം മൊണ്ണകളെ പോലെ നടന്നിട്ടുണ്ട് എന്നുൾപ്പെടെ അത് സത്യമായിട്ട് നമുക്ക് പുറത്ത് ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സീസണിലെ ആണുങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഒരു വകയ്ക്ക് കൊള്ളത്തില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞു. അവിടെയും എനിക്ക് ആകെ ഇഷ്ടം ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ അഭിനെയാണ്. അഭി ഈ പറഞ്ഞ ജിസേലിന്റെ പിന്നാലെ ഒന്നും നടന്നിട്ടുമില്ല, ഈ പറയുന്ന അനുമോളുടെ ഗോസിപ്പ് ടീമിനകത്ത് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അഭിക്ക് മാത്രമേ ആ ഒരു മൊണ്ണയല്ല എന്ന് അത് അനുമോളും പറയുന്നുണ്ട്. ആ മൊണ്ണ ടീംസിനകത്ത് അഭി ഒഴിച്ച് ബാക്കി എല്ലാം എന്ന് അനുമോള് പറയുന്നത് നമ്മൾ അംഗീകരിച്ചൊരു കാര്യമാണ്. അത് ഏറെക്കുറെ സത്യമാണ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവിടെ ഈ ബിൻസി ചൂണ്ടിക്കാണിച്ചെടുത്ത് അനുമോൾക്ക് തെറ്റില്ല, പക്ഷെ അനുമോൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന ടീമിന്റെ ഒക്കെ ഇടയിൽ നിന്ന് എല്ലാവരും, അനുമോൾ സഹിതം ബിൻസിയും എല്ലാവരും ഈ ജിസേലിന്റെ കാര്യത്തിൽ ഗോസിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ജിസേലാണ് ഈ ഇച്ചായ ബിൻസിയെ എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അപ്പാനിനെയും ബിൻസിനെയും ചേർത്ത് കളിയാക്കിയത്. അത് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു കളിയാക്കലായിരുന്നു. ആദ്യത്തെ കോംബോ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചത് ജിസേലും ആര്യനും ഒക്കെ തന്നെയാണ് ഈ ബിൻസിനെയും മറ്റേ അപ്പാനിനെയും തമ്മിൽ ചേർത്ത് കഥയുണ്ടാക്കിയത്. അതിനകത്തൊരു ഫൺ സ്റ്റോറി, അതിന് ഒരു പ്രശ്നവുമില്ല, അതൊരു തെറ്റാണെന്നല്ല ഞാനും പറയുന്നത്. പക്ഷെ ഇപ്പൊ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇവരെല്ലാവരും എവിക്റ്റായി പുറത്തു പോയി, അവരെല്ലാവരും ഒരു ടീമായി തിരിച്ചു വന്നിട്ട് അനുമോൾക്ക് നേരെ മാത്രം ഇത് ടാർഗറ്റഡ് ആക്കി ഇതിനെ മാത്രമായിട്ട് എടുത്തു കാണിച്ച് അനുമോൾ മാത്രം കുറ്റക്കാരി എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ചെയ്ത തെറ്റുകൾ എവിടെ പോയി? അപ്പൊ ഈ പറയുന്ന അയ്യോ അവർക്ക് ജീവിതമുണ്ട്, ഇവർക്ക് പുറത്ത് ജീവിതമുണ്ട്, എല്ലാവരും പ്രിപ്പയർഡ് ആണ്. ഇവരുടെ ഒക്കെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടാകും എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇവരൊക്കെ ബിഗ് ബോസിൽ വരുന്നത്. ഇത് ബിഗ് ബോസ് ആണ്, അമ്പലനടയൊന്നുമല്ല. അതുകൊണ്ട് ഈ ബിഗ് ബോസിനകത്ത് ഈ സീസണിൽ ഇങ്ങനെയൊക്കെ ചീത്തപ്പേരുകൾ ഇവർക്കൊക്കെ ഉണ്ടായി എന്നുള്ളത് ഇവർ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇവരത് വെച്ച് ജീവിക്കാൻ വരുന്നവരും നമ്മളൊക്കെ ഇതൊക്കെ തന്നെ കഥ പറഞ്ഞ് ജീവിക്കാൻ വരുന്നവരുമാണ്. ഇതിനകത്തെങ്ങും ഒരു മാന്യതയും ആരും പറയണ്ട. പക്ഷെ ബിൻസിയും അതുപോലെ അപ്പാനിയും വന്ന് അക്ബറും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അക്ബറിന്റെ ഗ്രാഫ് വലുതാക്കിയിട്ട് അനുമോളുടെ ഗ്രാഫ് താഴേക്കാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്റ്റോറി ആക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ചീപ്പല്ലേ? അതറിഞ്ഞ് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ, അതറിഞ്ഞ് വോട്ട് കൊടുക്കുക എന്നേ ഉള്ളൂ. അല്ലാണ്ട് അനുമോള് അത്ര പുണ്യാളത്തെയല്ല, അനുമോൾ എല്ലാ ഗോസിപ്പിലും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈവൻ ശൈത്യയും അനുമോളും ബെസ്റ്റ് ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന സമയത്ത് അനുമോള് തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. കാരണം മസ്താനി അടുത്ത് ക്ലിയർ ആയിട്ട് അനുമോൾ എല്ലാം പറയുന്നുണ്ട്. അനുമോളുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലാണ് അനുമോൾ എല്ലാം ഇപ്പോഴും സംസാരിക്കുന്നത് എങ്കിൽ കൂടിയും അനുമോൾ നടന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറയും. അത് ന്യായീകരിച്ചേ പറയത്തുള്ളൂ, എങ്കിലും നടന്നതുപോലെ പറയും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അത് ഞാൻ പറയുന്നതായിരിക്കാം. മസ്താനി അടുത്ത് അനുമോളുടെ ആ ഒരു മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അപ്പാനി ബിൻസി വന്ന് അനുമോളെടുത്ത് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇന്നലത്തെ ആ ഒരു സീൻ, അത് ശരിക്കും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഇഫക്റ്റ് ആയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഓർമ്മയുള്ള പഴയ ഇൻസിഡൻസ് നിങ്ങൾ കമന്റിൽ പറയുക. കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ ക്ലിപ്സ് കാണിക്കാൻ കഴിയില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ. ഞാൻ ഉറപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന ബിൻസിയൊക്കെ ഇതുപോലുള്ള റിവ്യൂസ് കൂടെ കാണണം. ബിൻസിയൊന്നും തെറ്റാണെന്നോ, ബിൻസിയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മസ്താനിയോടൊക്കെ എനിക്ക് വളരെ പാവം തോന്നുന്നുണ്ട്. മസ്താനിയൊക്കെ ഇന്നലെ വന്നിരുന്നത് കണ്ടിട്ട് ആ കുട്ടിയൊക്കെ, മസ്താനി പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് മസ്താനിയുടെ അടുത്തൊരു വീഡിയോയിൽ പറയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങളുടെ കമന്റ്സുകൾ എന്തായാലും പോരട്ടെ. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.